ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുള്ളത് വൈത്തിരി തന്നെയാണ്. വയനാട് വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ പൂക്കോട്ട് ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് പിന്നെ ഒരുപാട് കാലങ്ങൾ മുമ്പേ ഉള്ളതാണ്. മറ്റുള്ള ടൂറിസ്റ്റുകളെല്ലാം ഇപ്പം അടുത്ത് വന്നതാണ് വൈത്തിരിയിലുള്ളത്. പൂക്കോട്ട് ലേക്ക് എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു തടാകമുണ്ട് എന്ന്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോണത്. പോണ വഴിയിൽ തന്നെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് കാണാം. കാരണം അവിടെ പാർക്കിംഗ് ഇല്ല. പാർക്കെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്ത് ഒരു 200 മീറ്റർ അങ്ങോട്ട് നടന്നു പോകണം. അല്ലെങ്കിൽ അവിടെ പോയി ഇറക്കി വിടുക, എന്നിട്ട് തിരിച്ചതേമാതിരി കയറ്റിക്കൊണ്ടുവരിക. അല്ലാതെ അവിടെ നിർത്തിയിടാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം നമ്മളവിടെ എത്തി. പൂക്കോട്ട് ലേക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആളെ ഇറക്കി കയറ്റിക്കൊണ്ടുപോകും. പക്ഷേ ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മേലെ നിർത്തി നടന്നു വരലാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു കാടിൻ്റെ ഒരു വൈബാണ്. കാട് തന്നെയാണ് മൊത്തം. കാടിൻ്റെ നടുക്ക് ഒരു തടാകം. ആ തടാകമാണ് ഇപ്പോൾ ഈ കാണുന്നത്, നമ്മൾ കാണാൻ പോണത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറാണിത്. ടിക്കറ്റ് 40 രൂപ, കുട്ടികൾക്ക് 20. പിന്നെ എല്ലാം ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. പിന്നെ ഇവിടെ പേടിയില്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ് കുരങ്ങന്മാർ. ഐസ്ക്രീം എല്ലാം കയ്യിലുണ്ടെങ്കിൽ തട്ടിയെടുത്തിട്ട് പോവും. അവിടെ സൂക്ഷിക്കണം. ഇവിടെ അധികം ടൂറിനെത്തുന്നത് കോഴിക്കോട്, കുറ്റ്യാടി ഭാഗത്തുനിന്ന് ആളുകളാണ്. ഫാമിലി ആയിട്ടും അയൽക്കൂട്ടമായിട്ടും സ്കൂളുകളായിട്ടും ഇപ്പോൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ ബോട്ടിൽ കയറുന്നതിന് വേറെ പൈസ കൊടുക്കണം. ഇതുവരെ കുട്ടികൾ കളിക്കാനുള്ള ഊഞ്ഞാലുകളും കുട്ടികൾ കളിക്കാനുള്ള കുറേ കളിസ്ഥലങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പം ഇതാണ് പൂക്കോട്ട് തടാകം എന്ന് പറയുന്ന സ്ഥലം. ഇത് ചുറ്റും കാടാണ്. കാടിന് നടുക്കായിട്ട് ഒരു തടാകം പോലെ. അതിൽ ബോട്ടുകൾ ഉണ്ട്. പിന്നെ ഇതിന് ചുറ്റും നടക്കാനുള്ള വഴികളുണ്ട്. ചുറ്റും നടക്കണമെങ്കിൽ 2 കിലോമീറ്ററോളം നടക്കണം. അതിങ്ങനെ കാടിന് ചുറ്റും നടക്കാനുള്ള നടപ്പാതെല്ലാം ഉണ്ട്. പിന്നെ ഫിഷ് സ്പാ അങ്ങനത്തെ സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഉള്ളിൽ. ഇതുപോലെ കുരങ്ങന്മാരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അതെടുക്കുക. ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൂച്ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തായിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഉള്ളിലുള്ളത്. പിന്നെ ഇവിടെ കാര്യപ്പെട്ട് ഒരു സ്ഥലമുണ്ട്, ഗുരുകുലം എന്ന് പറഞ്ഞിട്ട്. ഇത് പണ്ടത്തെ പണ്ടേ ആളുകൾ ഇവിടെ വന്നു പോയിരുന്നാണല്ലോ ഗുരുകുലം. ഇതാണ് നമ്മളെ ചുറ്റും നടക്കാനുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞത്. ഇതിങ്ങനെ ചുറ്റും റൗണ്ട് അടിച്ച് വരാം. ഒരു റൗണ്ട് അടിക്കുമ്പോൾ ഇത് മിനിമം 1.5-2 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീലായിരിക്കും. പിന്നെ ഏകദേശം ഇതൊക്കെ തന്നെയുള്ളൂ ഉള്ളിലുള്ള വീഡിയോസുകൾ. അപ്പം കണ്ടിഷ്ടപ്പെട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്ത് തരുമോ, ഒന്ന് കമൻറ്റ് ചെയ്ത് തരുമോ.
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുമോ? തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന വഴി ചുണ്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ചുണ്ടയെന്ന് 2 റൂട്ടായി തിരിയും, മേപ്പാടി, കൽപ്പറ്റ. ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.